ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം പൂർണ്ണമായ പരാജയമാണെന്ന് റിപ്പോർട്ട്. ആണവായുധ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട നശീകരണമാണ് ലക്ഷ്യമെന്നുള്ള പ്രസ്താവന ആദ്യം തന്നെ ഇസ്രായേൽ നടത്തിയിരുന്നു. അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ആക്രമണത്തിൻ്റെ പരമ്പര തന്നെ തുടങ്ങിയത്. തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തി. ഇവിടെ ഒന്നും റിയാക്ടറായിട്ട് ആണവായുധ നിർമ്മിത മേഖലയായിട്ട് ഒരു ഭാഗവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളതും, ഇറാൻ ചില പ്രദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് അത് ഡ്യൂപ്ലിക്കേറ്റ് മേഖലയാണ് എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. മണ്ടത്തരമായിരിക്കുന്ന ഒരു നിലപാടായിട്ടാണ് ഇതിനിപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ കാര്യം ഒരുപാട് നശീകരണ പ്രവൃത്തികളൊക്കെ നടന്ന ഭാഗങ്ങൾ എന്നൊക്കെ കാണിച്ച് ചിത്രീകരിക്കുന്നതെല്ലാം അതൊന്നും ഒറിജിനൽ അല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. 4-5 റിയാക്ടറെ കുറിച്ച് ഇതിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രസ്താവനയിൽ ഈ ഇസ്രായേൽ അവിടുത്തെ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ പറഞ്ഞിരുന്നു. അതിലൊന്ന് നെതൻസ് ആണ്. പിന്നെ ടെഹ്റാന്റെ ഭാഗം പറഞ്ഞു. ഫോർദോ എന്ന് പറയുന്ന പ്രദേശം, അരാക്ക് ഹൈഡ്രജൻ ന്യൂക്ലിയർ റിയാക്ടർ, ചർജിക്ട് എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇങ്ങനെ 4-5 പ്രധാന പ്രദേശം. അതിൽ 1-2 വളരെ കൃത്യമായ രീതിയിൽ അറിയപ്പെട്ടതാണ്. അതിലൊന്ന് നെതൻസ് ആണ്. പിന്നീട് തെഹ്റാന്റെ ഭാഗമാണ്. തെഹ്റാൻ യഥാർത്ഥത്തിൽ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്ന ഭാഗമല്ല, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് നടക്കുന്ന ഭാഗമാണ് എന്ന് പിന്നീടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മനസ്സിലായത്. അപ്പോൾ അവരുടെ ലക്ഷ്യം, ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആണവായുധ നിർമ്മിതിയിൽ നിന്ന് ഇറാനെ പിൻവലിക്കാൻ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നിൽ പോലും അവർ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായ രീതിയിലുള്ള പ്രദേശത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. ബിൽഡിങ്ങുകൾ തകർന്നതും ആളുകൾ മരിച്ചതും റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട തീപിടുത്തങ്ങളൊക്കെ ഇറാൻ സ്ഥിരീകരിച്ചതാണ്. സൈനിക മേധാവിയുടെ മരണം, ശാസ്ത്രജ്ഞന്റെ മരണം, ഇതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ തന്നെ ഇപ്പോഴും അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ജനവാസ മേഖലയെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഗസയിൽ ചെയ്ത അതേ പ്രവർത്തനമാണ്. അതിന് തിരിച്ചടി, ശക്തമായ രീതിയിൽ തിരിച്ചടി ഇറാൻ നടത്തുന്നു. ഇറാൻ നടത്തപ്പെട്ട ഇസ്രായേലിന്റെ തെലവീവിന്റെ ഭാഗത്തോട് കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട ആക്രമണത്തിൽ ഒരു പ്രദേശം അങ്ങനെ തന്നെ ഗസയുടെ പ്രദേശത്തെ ബിൽഡിംഗ് പോലെ ആയിട്ടുണ്ട് എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഒടിഞ്ഞു തൂങ്ങപ്പെട്ട രീതിയിൽ 5 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും വലിയ പ്രകമ്പനം ഉണ്ടാകുന്ന മിസൈലിന്റെ വ്യൂഹമാണ് ഇവിടെ ആക്രമണം നടത്തിയത്. പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടതിന് കൃത്യമായ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് തന്നെ ആദ്യം 8 പേർ കൊല്ലപ്പെട്ടു, 30ഓളം പേർക്ക് പരിക്കേറ്റു, 100-ലധികം ആളുകളെ കാണാതായി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കാണാതായവരെ പിന്നെ തിരിച്ചിട്ട് കണ്ടെത്തിയതിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്ത് വന്നിട്ടുമില്ല. കാണാതായവരെന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരും മരിച്ചു കുടുങ്ങിക്കിടക്കുന്നവരും ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലൊക്കെ വലിയ നിയന്ത്രണമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കുടുങ്ങി എന്ന തരത്തിലാണ്. ഇട്ടു പോകാനും പറ്റില്ല, പരാജയം സമ്മതിക്കാനും പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സൈനിക ബലമുള്ള രാജ്യമാണ് എന്നുള്ളത് കൃത്യമാണ്. ഇത്രയും വലിയ പ്രതിരോധം ഉണ്ടാകുമെന്നൊരിക്കലും ഇസ്രായേൽ കണക്ക് കൂട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ്. പ്രതിരോധങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ലോകത്തിന് മുൻപിൽ ഇത്രയും കാലം ഇസ്രായേൽ പടുത്തുയർത്തിക്കുന്ന അഭിമാനങ്ങളെല്ലാം തകർന്ന് വീണിരിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ തന്നെ പരസ്പരം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി ഒളിക്കുന്ന, അതേ ബങ്കറിലേക്കൊക്കെ ഓടി ഒളിക്കുന്നതൊക്കെ ചില വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് വലിയ സങ്കടത്തോട് കൂടിയിട്ടാണ്. അതായത് ഓരോരോ ഈ ഇസ്രായേലർ ഓടുന്ന രംഗങ്ങളൊക്കെ. അപ്പോൾ ഗസക്ക് സമാനമായിരിക്കുന്ന ഭാഗമായി ചില ഇസ്രായേലിൻ്റെ ഏരിയകൾ മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ്. ബിൽഡിംഗ് തകരുന്ന സമയത്ത് അതിനുള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കൂട്ട നിലവിളികൾ, മരിച്ചവരൊക്കെ കിട്ടാത്തതിലുള്ള പ്രയാസങ്ങൾ, അങ്ങനെ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിലെ ചില ഏരിയകൾ, ബാക്കിയുള്ള ഏരിയകളും അങ്ങനെ ആവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് എന്ന് മൊത്തത്തിൽ ഇസ്രായേലിൽ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തിയാണ്. സാഹചര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമല്ല.
അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് പിന്നാമ്പുറം ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും ഇസ്രായേലിനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനൊക്കെ സഹായിക്കുന്നതിനും പരിധിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ റൂട്ട് കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും. റഷ്യ ശക്തമായ രീതിയിലുള്ള പിന്തുണ ഇറാന് പറഞ്ഞു എന്ന് പറയുന്നത് യുദ്ധഭൂമിയിൽ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം പിന്തുണ നൽകുക എന്ന് പറയാൻ ഒരു വാക്കാലുള്ള പിന്തുണയല്ല. അതിൻ്റെ കാര്യം, ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇറാനാണ്. ഇറാന് റഷ്യയും ചൈനയും കൊറിയയും തുർക്കിയും പിന്തുണ പറഞ്ഞു. ഈ ഭാഗത്ത് ഇസ്രായേലിന് അമേരിക്ക ഏതായാലും ഉണ്ട്, ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുണ പറഞ്ഞു. പിന്നീട് ഒരുപാട് 200ഓളം രാഷ്ട്രങ്ങൾ ലോകത്ത് ബാക്കിയായിട്ട് പിന്തുണക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നിലപാടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ചെയ്തത് കാടത്തമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, മറ്റു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഇസ്രായേലിനെ വിമർശിക്കുന്നവർ ഒരുപാടുണ്ട് എന്നല്ലാതെ പിന്തുണക്കുന്നവരുമായി ബന്ധപ്പെട്ടത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു രാജ്യം യുദ്ധമുഖത്തുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പിന്തുണക്കൂ എന്ന് പറഞ്ഞാൽ സൈനികപരമായും ആയുധപരമായും സാമ്പത്തികപരമായും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങളൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ രീതിയിലാണ്. അതുകൊണ്ട് അമേരിക്കക്ക് അങ്ങോട്ട് ഇടിച്ചു കയറാൻ നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമുണ്ട്. അത് അപകടം ചെയ്യും എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്.